വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ക്രിക്കറ്റ് ടീമിന്റെ 11ാമത് ലൈറ്റ് ഓഫ് ഫെയ്ത്ത് ടൂർ ഓഫ് ഇംഗ്ലണ്ട് സമാപിച്ചു. നിരവധി മലയാളി വൈദികരെ ഉൾക്കൊള്ളുന്ന പര്യടനം സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ കായിക രംഗത്തിന്റെ പങ്ക് അടിവരയിട്ടു. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ക്രിക്കറ്റ് ടീമിന്റെ 11ാമത് ലൈറ്റ് ഓഫ് ഫെയ്ത്ത് ടൂർ ഓഫ് ഇംഗ്ലണ്ട് അവസാനിച്ചു. ഐതിഹാസികമായ കെന്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് 11-നെതിരെ 56 റൺസിന് ആവേശകരമായ വിജയം നേടി. ആകെ 6 മത്സരങ്ങൾ കളിച്ച ടീം 4 വിജയിക്കുകയും 2 പരാജയപ്പെടുകയും ചെയ്തു. ക്രിക്കറ്റ് മത്സരങ്ങൾ മാത്രമല്ല, നയതന്ത്ര ബന്ധങ്ങൾ വളർത്തുന്നതിനും ഇന്റർഫെയ്ത്ത് സംവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പര്യടനം ലക്ഷ്യമിട്ടു. സ്പീക്കർ സർ ലിൻസെ ഹോയിൽ നിന്ന് ഊഷ്മളമായ സ്വീകരണം ലഭിച്ച ടീമിന് UK പാർലമെന്റ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. അവരുടെ സന്ദർശന വേളയിൽ പൊതുജീവിതത്തിൽ വിശ്വാസത്തിന്റെയും മൂല്യങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അർത്ഥവത്തായ ചർച്ച നടത്തി. അന്താരാഷ്ട്ര ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ധാർമ്മിക തത്വങ്ങളുടെ പ്രാധാന്യം എടുത്തുകാണിച്ചു. UKയിലെ അപ്പസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് മിഗ്വേൽ മൗറി ബ്യൂണ്ടിയുമായി ചരിത്രപ്രസിദ്ധമായ കാന്റർബറി കത്തീഡ്രലിൽ ടീം പരിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശ്വാസം, സാഹോദര്യം, ഐക്യം എന്നിവയുടെ പ്രമേയങ്ങളെ ഈ നിമിഷം ഊട്ടിയുറപ്പിച്ചു. നിരവധി മലയാളി വൈദികരെ ഉൾക്കൊള്ളുന്ന വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ക്രിക്കറ്റ് ടീം ഈ പര്യടനത്തിലൂടെ സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും കായികരംഗത്തിന്റെ ശക്തി പ്രകടമാക്കുന്നതിനും ഇടയാക്കി. വത്തിക്കാനും UKയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ടീമിന്റെ സന്ദർശനം പ്രയോജനപ്പെട്ടു. വ്യക്തികൾ തമ്മിലുള്ള നയതന്ത്രത്തിന്റെ പ്രാധാന്യവും രാഷ്ട്രങ്ങൾക്കിടയിൽ നന്മയും സഹകരണവും വളർത്തുന്നതിൽ കായിക രംഗത്തിന്റെ പങ്കും പര്യടനം എടുത്തുകാണിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.